നല്ലതുപോലെ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് കോളേജിൽ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു ചെറുപ്പക്കാരി പറയും ഞാനിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് നടത്താൻ ആലോചിക്കുകയാണ്. അതൊരു ആറ്റിറ്റ്യൂഡിൻ്റെ വ്യത്യാസമാണ്. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് വ്യവസായത്തിന് പോകാമെന്ന് പറഞ്ഞാൽ സർക്കാർ ജോലിക്ക് പോകുക എന്നുള്ളതല്ലാതെ വേറൊരു കാര്യം ആളുകൾ ആലോചിക്കില്ല, അതിനാരും പ്രൊമോട്ട് ചെയ്യില്ല. ഇപ്പം അങ്ങനല്ല, ആ മാറ്റം ഉണ്ടായിട്ടുണ്ട്. വ്യവസായികളോട് സംസാരിക്കുമ്പം അവർ പറയുന്ന ആറ്റിറ്റ്യൂഡ്, അവർ വരുന്ന ഒരു ഫീഡ്ബാക്ക് പോസിറ്റീവാണ്. പക്ഷേ മറ്റുള്ള ആൾക്കാർ, പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത്, സാധാരണക്കാരോട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ കേരളത്തിൽ നടക്കുമെന്നുള്ളത് ശരിക്കും സർക്കാരിൻ്റെ ആ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തുന്നതിലൊരു തടസ്സം ഉണ്ടായിരുന്നു. സാധാരണക്കാർ ഈ ധനം ദീർഘകാലമായിട്ട് സാമ്പത്തിക രംഗത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. ഞാനൊക്കെ വളരെ മുമ്പ് തന്നെ ഈ ധനം വായിക്കുന്ന ഒരാളാണ്. അന്ന് ഇതുപോലെയുള്ള എക്കണോമിക് വീക്ക്ലീസ് ഒന്നും ഇത്രയും പ്രസക്തിയില്ല. ഇപ്പോൾ അത്രയും വീക്ക്ലീസ് അല്ല, ഓൺലൈൻ വീക്ക്ലീസൊക്കെ ധാരാളമുണ്ട്. അതിന് അത്രയും കാലത്തെ ധനത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ കേരളത്തിലുണ്ടായിട്ടുള്ള അനുഭവം നോക്കിയാൽ അറിയാം ഈ ഒരു പ്രസിദ്ധീകരണം എന്നല്ല. പിന്നെ ഈ നമ്മുടെ നാട്ടിലെന്തായാലും നമ്മുടെ നാട്ടിൽ എല്ലാവരും എക്സ്പെർട്സാണ്. ഈ കരയ്ക്ക് നിന്നിട്ട് വള്ളം മുക്കുന്നവരാണ് കൂടുതലും. വ്യവസായികളാണ് പറയുന്നത് അനുകൂലമാണെന്ന് നിങ്ങളോട് പറയുന്നുണ്ട് ധനത്തിനോട്. പക്ഷെ കരയ്ക്ക് നിന്നിട്ടാണ് ആ വെള്ളം ഞാൻ ഇവിടെ നിന്ന് മുക്കുമെന്ന് പറയുന്ന ആളുകൾ പറയുന്നത് എങ്ങനെ നമ്മൾ വിശ്വസിക്കുക? പുറത്തുനിന്ന് ധാരാളം അഭിപ്രായം ഉണ്ടാവും. വ്യവസായം ചെയ്യുന്ന ആളുകളല്ലേ വ്യവസായത്തിൻ്റെ അന്തരീക്ഷത്തെ പറ്റി പറയേണ്ടത്. അത് അനുകൂലമായിട്ട് തന്നെയാണെന്നല്ലേ അവർ പറഞ്ഞത്. അപ്പോൾ അത് നല്ലപോലെ പിന്നെ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ വരാനുണ്ട്.